വിവാദ മലപ്പുറം പരാമർശത്തിൽ വിശദീകരണവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുകയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയാണ് വിവരിച്ചതെന്നും വെള്ളാപ്പള്ളി വിശദീകരിച്ചു. വെള്ളാപ്പള്ളിയെ വിമർശിച്ച ലീഗും കോൺഗ്രസും പിന്തുണച്ച BJPയും രംഗത്തു വന്നു. മലപ്പുറം പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് വിശദീകരണം. പറഞ്ഞതിൽ ഒരു വാക്കുപോലും പിൻവലിക്കാനില്ല. ശ്രീനാരായണീയർക്ക് മലപ്പുറത്ത് പിന്നോക്കാവസ്ഥയാണെന്നാണ് പറഞ്ഞത്. ലീഗിലെ സമ്പന്നരാണ് മലപ്പുറത്തെ വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നതെന്നും തന്നെ വർഗീയവാദിയാക്കാൻ ശ്രമമെന്നും വെള്ളാപ്പള്ളി നടേശൻ. ഞാനൊരു മുസ്ലിം വിരോധിയല്ല. ഞാനൊരു മുസ്ലിം വിരോധിയാക്കി ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കാനാണ് ലീഗിലെ ചില നേതാക്കന്മാരുടെ ശ്രമം. വിമർശനവുമായി CPIM. മലപ്പുറം എന്ന് പറയുന്നതിനെ ഏതെങ്കിലും രീതിയിൽ ഒരു തുരുത്തായിട്ട് കണ്ട് അതിനെ അധിക്ഷേപിക്കുകയോ അതിന്റെ ഭാഗമായിട്ട് മുസ്ലിം വർഗീയത കുത്തിപ്പൊക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് രണ്ടും യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നില്ല. വെള്ളാപ്പള്ളിയെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാക്കിയവർ ഇനിയും ആ സ്ഥാനത്ത് നിലനിർത്തണോ എന്ന് ആലോചിക്കട്ടെ എന്ന് PK കുഞ്ഞാലിക്കുട്ടി. ആ പ്രസ്താവന നില വന്നതിന് ശേഷം ഒരു പൂച്ചക്കുട്ടിയുടെ പിന്തുണയിന് കിട്ടി. അതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് പറയുന്നതാണ് നല്ലത്. കാരണം ഒരു ചലനവും ഒരു റെലവൻസും ഇല്ലാത്ത ഒരു മോശമായ വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് അത്രേ ഉള്ളൂ. വിഷയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം ഇങ്ങനെ: ഈഴവ കമ്മ്യൂണിറ്റി നമ്മുടെ നാട്ടിൽ വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. അവർക്കൊരു സസ്പിഷൻ, ആ OBC റിസർവേഷൻ ചില മതങ്ങൾ ആ OBC റിസർവേഷനെ ഡൈല്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവരുടെ മനസ്സിലൊരു ഡൗട്ടുണ്ട്. അവരതിനെപ്പറ്റി പറയും. വെള്ളാപ്പള്ളി പറഞ്ഞതിൽ തെറ്റില്ലെന്ന് K സുരേന്ദ്രൻ ന്യായീകരിച്ചു. എന്നാൽ മതധ്രുവീകരണത്തിനാണ് ശ്രമമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, കൊച്ചി.